പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമുക്കറിയാം, കുറേ നാളുകളായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പലവിധ ആരോപണങ്ങളുടെ നിഴലിലാണ്. നമുക്ക് ആദ്യം ശിവശങ്കറിനെതിരെ ആരോപണം വന്നു. ശിവശങ്കർ കേസിൽപ്പെട്ട് ശിവശങ്കർ ജയിലിലായി, എത്രയോ ദിവസം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് CN രവീന്ദ്രൻ്റെ കേസ് ഊഴമായി. CN രവീന്ദ്രനും എതിരെ കേസുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് തേച്ച് മാച്ച് കളഞ്ഞ് ഇപ്പം പുള്ളിയും പുറത്താണ്. ഇത് KM എബ്രഹാമിൻ്റെ ഊഴമാണ്. പുള്ളിയുടെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം നടത്താനായിട്ട് പറഞ്ഞത് നമ്മുടെ ഹൈക്കോടതിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിക്ക് അനുകൂലമായിട്ട് കേസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്, പുള്ളിയുടെ കേസ്. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഏത് കുറ്റവാളിയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടത്തില്ല. അവർ പല വിധത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് അത് ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകും. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പിടിയിൽപ്പെടാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ. അപ്പോൾ ഇവർ ഒരുപാട് കണികൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവച്ചിട്ടും പലരും ഈ കണിയിൽ വീണിട്ടുണ്ട്. പക്ഷേ ഈ കണിയിൽ വീഴാതിരിക്കുന്ന ഒരാൾ നമ്മുടെ ഇരട്ടച്ചങ്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തി. ഈ ഇരട്ടച്ചങ്കൻ ഇതിനകത്ത് പരിശുദ്ധനായിട്ട് അല്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഇരട്ടച്ചങ്കന് അതുപോലുള്ള കഴിവുണ്ട്, രക്ഷപ്പെട്ട് നിൽക്കാനുള്ള, കക്കാനല്ല നിൽക്കാനും അറിയാം. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇതേ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ ശിവശങ്കരനെയാണ് ആദ്യം വരയ്ക്കുന്നത്. ശിവശങ്കരൻ ശിക്ഷിക്കപ്പെട്ട ആളാണ്. കെണിയിൽ വീണു. ഇത് നമ്മുടെ CN രവീന്ദ്രനാണ് അടുത്ത്. അദ്ദേഹം കെണിയിൽ വീണതാണ്. പക്ഷേ ഇവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇരിക്കുമ്പോൾ ആയുസ്സിന് പഞ്ഞമില്ല എന്ന് പറഞ്ഞ കണക്ക് മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ ഇവർക്കൊന്നും പേടിക്കണ്ട. ഇത് നമ്മുടെ ലാസ്റ്റത്തെ കക്ഷിയാണ്, നമ്മുടെ KM എബ്രഹാം. അയാളും ഈ പറഞ്ഞ കണക്ക് രക്ഷപ്പെട്ട് നിൽക്കുവാണ്. ഇവരൊന്നും ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ബുദ്ധിമാന്മാരും കക്കാനല്ല കട്ടാൽ നിൽക്കാൻ പഠിച്ചവരുമൊക്കെയാണ്. ഇപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കേസിന് സ്റ്റേ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കണ്ടു ഊറിച്ചിരിക്കുന്ന, അതായത് കെണിയിൽ വീഴാതെ കെണിയെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് നമ്മുടെ കാരണഭൂതം.
ഈ ഓഫീസിൽ കറ പുരളാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇങ്ങനെ ഈ ഇവരെല്ലാവരും കെണിയിൽപ്പെടുമ്പോഴത്തേക്കും അതെല്ലാം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പുള്ളിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ഇവരെയൊക്കെ പുള്ളി രക്ഷപ്പെടുത്തും. പക്ഷെ എന്നാലും ഈ ഓഫീസിനകത്ത് പുള്ളി മാത്രം പരിശുദ്ധനാണ്. അപ്പം മറ്റേ കെണി ഇവിടെ കൊണ്ടുവന്ന് ഒരുക്കി വച്ചിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കാർട്ടൂൺ. സിമെൻ്റ് ഓഫീസിലെ ഈ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എല്ലാ 3 ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ. കെണിയിലൊന്നും പെടാതെ കെണിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇരട്ടച്ചങ്കനാണിത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ആഴ്ചത്തെ വീഡിയോയിൽ നിന്ന് വിടവായിരുന്നു. ആർട്ടിസ്റ്റ് ഹക്കു.